സിംഹം രാജാവായത് അതിന്റെ മനോഭാവം കൊണ്ടാണ്, ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കോഴിക്കോടിന്റെ ഈ സ്വീകരണം രണ്ടാമതാണ് കിട്ടുന്നത്. കോഴിക്കോടേക്ക് വരുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്ലാനിങ് ഭയങ്കര ആൻസൈറ്റി, ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന 2-3 പ്രാവശ്യം ടിക്കറ്റ് ഒക്കെ മാറ്റി ബുക്ക് ചെയ്യുകയും ഒക്കെ വേണ്ടി വന്നു. രാജേന്ദ്ര സാറിനെ വിളിച്ച് 2 ഡേറ്റ് മാറ്റേണ്ടി വന്നു, പല കാരണങ്ങളാലാണ്. എങ്കിലും ഇന്നത്തെ ദിവസമാണ് ആ ഭാഗ്യം കിട്ടിയത്. തീർച്ചയായിട്ടും ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. എന്താ പറയാ, ആദ്യകാല നമ്മൾ പറയും അല്ലേ, പിന്നെ റഷീദ് സാർ ഇവിടെ പറഞ്ഞ പോലെ ആരൊക്കെ വരും എല്ലാം ശരിയാവും. ഞാനപ്പം സാറ് LDF എന്ന് ഞാൻ SDF എന്നാണ് വായിച്ചത്. അപ്പൊ എസ് അങ്ങ് ആക്കിയാൽ മതി. അപ്പൊ SDF വരും എല്ലാം ശരിയാവും അല്ലെ, നമ്മുടെ കയ്യിലുണ്ട്. അപ്പം സരോദേവി ഫൗണ്ടേഷൻ വരും എല്ലാം ശരിയാവും. കാരണം പ്രിയങ്ക മാഡം പറയാറുണ്ട്, കീസോളിലൂടെയാണ് നാളുകളിൽ ആർസ്യം അറിയപ്പെടാൻ പോകുന്നത്. കാരണം കീസോളിന്റെ പവർ അത്രയ്ക്കാണ്. നമ്മൾ പക്ഷെ ആ പവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറാം. കിട്ടിയൊരു അവസരത്തെ പിന്നെ വിലപ്പെട്ടതാക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് വന്നതിന് ശേഷം അവരെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ 2-3 വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊന്നാണ് രാജേട്ടൻ എന്ന് നിങ്ങളെല്ലാം വിളിക്കുന്ന പ്രിയപ്പെട്ട രാജേന്ദ്രൻ സാറ്. അതുപോലെ തന്നെ ദരിദ്രനാരായണൻ സമ്പന്ന നാരായണനായിട്ടുള്ള നമ്മുടെ നാരായണൻ സാറ്, JP സാറ്. ഇതിന്റെയൊക്കെ പിന്നില് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഈ നോട്ടീസും പഴയ കാലം തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു. ടൂൾ എന്ന് പറയുന്ന വലിയൊരു ഘടകം അല്ലെ. നമുക്കൊരു വലിയൊരു മരം മുറിച്ചിടണമെങ്കിൽ എന്താണ് ആയുധമായിട്ട് വേണ്ടത്? നല്ലൊരു മഴു വേണം അല്ലെ. ആ മൂർച്ചയുള്ളൊരു മഴു പോലെ തന്നെയാണ് ഇതിന്റെ ടൂൾ എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അതായിരുന്നു നമുക്ക് ആർസ്യമിനെ അറിയപ്പെടാൻ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ന് ആദ്യമായിട്ട് ആർസ്യമിന്റെ കാര്യങ്ങൾ കൊടുക്കാൻ ഒരു മലയാളം ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ജയപ്രകാശ് സാർ. അപ്പം അതുപോലെ തന്നെ ഈ വണ്ടർ വേൾഡിന്റെ ഉടമ സുരേഷ് സാർ. ഞാൻ വിചാരിച്ചിരുന്നു സുരേഷ് സാറൊക്കെ റീസെന്റ് ആയിട്ട് RCM വന്നു അല്ല, ഇതിന്റെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് RCMലെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ന് RCMനെ വളർത്തിയ വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം, മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നായകന്മാർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്ന കുറച്ച് നടന്മാരുണ്ടായിരുന്നു. സ്വഭാവ നടന്മാരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അവരൊന്നും ഒരിക്കലും സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല, പക്ഷെ അവരില്ലെങ്കിൽ സിനിമയിൽ അല്ലേ. ജഗതി ഇല്ലെങ്കിൽ മോഹൻലാൽ ഉണ്ടായിരുന്നില്ല, ശ്രീനിവാസൻ ഇല്ലെങ്കിൽ മോഹൻലാൽ ഉണ്ടായിരുന്നില്ല. അവര് പക്ഷെ ജഗതിയും മോഹൻലാൽ ശ്രീനിവാസനൊക്കെ സൂപ്പർ സ്റ്റാർ ആണോ? അല്ല, പക്ഷെ അവരില്ലാത്തൊരു സിനിമയെ കുറിച്ച് ചിന്തിക്കാനും പറ്റത്തില്ല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ. RCMല് രാജേട്ടനോ നാരായൺ സാറോ ജയപ്രകാശ് സാറോ സുരേഷ് സാറോ റഷീദ് മഞ്ചേരി സാർ. റഷീദ് സാറിനെ ഞാൻ പേര് ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് RCMല് 19 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നുള്ളത് ഇന്നാണ് ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം പറഞ്ഞ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലൊരു കൈയടി. കാരണം ബാംഗ്ലൂരിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് സോപ്പ് മുറിച്ചു കൊടുത്ത കഥകളൊക്കെ സൂമിൽ കൂടെ കേട്ടിട്ടുണ്ട്. അത് കൊടുത്ത ആളിനെയൊക്കെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറയാൻ വന്ന കഥ ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, വിശ്വസ്തനായിരിക്കണം എന്നുള്ള ആ ഒരു വിശ്വസ്തത ആയിരിക്കണം നമുക്ക് RCMൽ പ്രവർത്തിക്കുമ്പോൾ. കള്ളം പറയാൻ പാടില്ല. നമ്മളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ആളിനോട് ഏറ്റവും നമ്മൾ നന്ദിയുള്ളവരായി, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി, ഈ പ്രസ്ഥാനത്തോട് നന്ദിയുള്ളവരായി, വിശ്വാസമുള്ളവരായി, നമ്മുടെ കാരുണികനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് നാളെ ദൈവം നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഇന്നിരിക്കുന്നവർ വിശ്വസ്തരും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അവസരത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് RCM.